അവിടെ നിൽക്കേണ്ടതായിരുന്നു അല്ലേ? അടുത്ത അമ്മയ്ക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, അച്ഛനും ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടന്റെ കാര്യം പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ എന്റെ അടുത്ത് ചോദിക്കും നമ്മുടെ മുടിപ്പയ്യൻ എന്ത് പറയണമെന്ന്. എന്തായാലും വേറൊരു ദിവസേ നമുക്ക് നമ്മുടെ ടീമൊക്കെ ആയിട്ട് ഒരു ദിവസം സ്റ്റേ അടിക്കാം. ഉറപ്പായിട്ടും പോണം. അച്ഛൻ എന്ത് പെട്ടെന്ന് എണീച്ചു പോയത്? അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മളെ കണ്ടോ? കണ്ടിട്ടുണ്ടാവണോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സാധാരണ നമ്മളെ കാണുമ്പോ തന്നെ എന്തെങ്കിലും ചോദിക്കണതാ. അച്ഛാ അച്ഛാ എത്തിയാ രണ്ടുപേരും? ഒരു വിധത്തിൽ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലെന്ന്. ആണോ? അച്ഛനെന്തിയാമ്മ? അച്ഛന് അപ്പുറത്തെവിടെ കണ്ടായിരുന്നല്ലോ. അല്ല, ഞങ്ങള് വന്നപ്പോ അച്ഛൻ ഫ്രണ്ടിലുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് അകത്തോട്ട് കയറിപ്പോയി. അതോട് എന്തുണ്ട് അവിടെ വിശേഷമൊക്കെ? അവിടെ എന്ത് വിശേഷം? നല്ല വിശേഷം. അവിടെ ചെന്നപ്പോ തന്നെ അച്ഛന്റെ അമ്മയുടെ കാര്യം ചോദിച്ച്, പിന്നെ പടവലത്തെ അപ്പൂപ്പന്റെ അമ്മയുടെ കാര്യം ചോദിച്ചു, നെയ്യാറ്റിങ്ങരയിലെ അപ്പൂപ്പന്റെ അമ്മയുടെ കാര്യം ചോദിച്ച്, അങ്ങനെ കുറെ നേരം സംസാരിച്ചിരുന്നു. അല്ല, പടവലത്തിന് അമ്മൂമ്മ അപ്പൂപ്പനും ഇങ്ങോട്ട് വന്ന കാര്യം ലച്ചു പറഞ്ഞറിഞ്ഞല്ല. അപ്പൊ അളിയന്റെ അമ്മയച്ഛൻ ചോദിക്കായിരുന്നു അവരെന്താ അങ്ങോട്ട് വരാത്തതെന്ന്. ഞാൻ പറഞ്ഞു വേറെ ദിവസം വരാന്ന് പറഞ്ഞു. അച്ഛാ ഞങ്ങൾ കുഴിപ്പളത്ത് പോയി. സിദ്ധു പൈസ ഇട്ട് തന്നായിരുന്നു. സിദ്ധു പൈസ ഇട്ട കാര്യവും ഇവന് ശമ്പളം കിട്ടിയ കാര്യവും എല്ലാം അച്ഛൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് അച്ഛൻ ഒരു കുലുക്കില്ലാണ്ട് നിൽക്കണത്. മതിയാടാ, ഇതും കുലുക്കണോ? അത് തല കുത്തി കട. ഞാൻ കൊള്ളാം. നിനക്ക് മിഠായി മേടിക്കാണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമോ? വേറെ പർച്ചേസ് ഒന്നും നടത്തിയില്ലേ? പർച്ചേസ് വലുതായിട്ട് നടത്തിയില്ല. പിന്നെ തിരിച്ചു വരണ വഴിക്ക് ചേട്ടൻ ഒരു ജീൻസ് മേടിച്ചു കൊടുത്ത്. എന്തു പറ്റി? സാധാരണ പുറത്തേക്ക് ഇറങ്ങിയാൽ കുറെ അങ്ങോട്ട് ചെലവാക്കിയിട്ടല്ലേ വരുള്ളൂ. കഴിഞ്ഞ മാസം കുറച്ച് ഡ്രസ്സ് എടുത്തായിരുന്നല്ലോ. പിന്നെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഒരു 6000 ഇട്ടുണ്ട്. 6000 എന്തിനാണ് വെച്ചു? 5000 രൂപയിലെ പലചരക്കട കൊടുക്കാൻ നീ തരാറുള്ളത്. 1000 രൂപയല്ല, അത് നമ്മുടെ കയ്യിൽ ഇരുന്നോട്ടെ. വേണ്ടല്ലോ വെച്ചു, 1000 രൂപ അങ്ങോട്ട് തന്നേക്കാം. അത് വേണ്ട, എന്റെ ഒരു മനസ്സന്തോഷത്തിന് വേണ്ടി, എന്റെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി അത് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഞാനും വെറുതെ പൈസ വേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല. പത്രം, കറണ്ട്, വെള്ളം ഇതൊക്കെ ക്ലിയർ ചെയ്ത് ബാക്കി തുക അമ്മേന്റെ കയ്യിലും. അതെന്തിനാടാ? സേവ് ചെയ്ത് വെക്കണ്ടേ? അമ്മേന്റെ ഓൾറെഡി ഇപ്പൊ 14 ലക്ഷം ഉണ്ടല്ലോ. 20 ലക്ഷം ആക്കണ്ട നമുക്ക്. 14 ലക്ഷം ഞാനും നീരും ഉണ്ടാക്കപ്പെട്ട പാട് എനിക്കും ആവുക്കും ദൈവത്തിന് മാത്രം അറിയാം. അതിൻ്റെ ഇടയിൽ കൂടെ നക്കാപ്പിച്ചായിട്ടിട്ട് 20 ലക്ഷത്തിന്റെ ക്രെഡിറ്റ് അടിച്ച് അടക്കാതെ ഒരുത്താൻ മുടിയും വളർത്തിക്കൊണ്ട് വരത്താമാര്. അച്ഛൻ എന്തോന്ന് വെച്ചാ പറയണത്? ആര് ക്രെഡിറ്റ് അടിച്ച് മാറ്റിയെന്ന് പറയണത്? കണക്കായിരിക്കാം അവിടെ. അനിയത്തിയുടെ വാല് നോക്കി സ്വാപ്പിട്ട് എവിടെ പോയി സർക്കിട്ടിനും പോയി തിരിച്ചു വരുമ്പോൾ ഉടുക്കച്ചിലെ വെച്ചോണ്ട് വന്നേക്കണമായി. ആണോ എനിക്ക്? അത് വിട്, നീ നിന്റെ കാര്യം നോക്ക്. ലച്ചു, നീ എന്നോട് കിച്ചണിലേക്ക് വരണമെങ്കിൽ വാ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് പോയി ചെയ്യും. തുണി കുറെ കിടക്കണില്ലേ വാഷ് ചെയ്യാൻ? എന്നാ പോയി അത് വാഷ് ചെയ്യും. സാറു പോ, അപ്പുറത്ത് വരുന്ന പഠിക്ക് ചെല്ല്. അച്ഛാ ജീൻസ്. അച്ഛൻ ജീനിയസ് എന്നടാ. അച്ഛാ ഞാൻ ജീൻസ് വാങ്ങിച്ചെന്ന്. ഇത് പടാണ്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ജോലി ഒറ്റയ്ക്ക് തന്നെ ചെയ്യണത്? എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇപ്പം മോക്ക് പൈസയൊക്കെ വന്നില്ല, ഭയങ്കര തിരക്കായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. കുഴിപ്പള്ളത്തെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി എൻ്റെ അടുത്തൊന്നും വന്നില്ല അവള് കേട്ടാ. ഒഴിഞ്ഞിടക്കേണ്ടെന്ന് തോന്നുന്നു. ഞാനെന്ത് വേണം? നീ ഒന്നും ചെയ്യണ്ടില്ല, നീ അണ്ടറിൽ കൂടെ കളിക്കുകയല്ലേ. പിള്ളേരെല്ലാം നിന്റെ അണ്ടർ നിൽക്കണം. ഞാൻ വയസ്സാകുമ്പം പിള്ളേരൊക്കെ എന്നെ അങ്ങനെ തഴയണം, ഇത്രയേ ഉള്ളൂ. അതിന് ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്വഭാവം എങ്ങനെയാണെങ്കിൽ പിള്ളേർ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. നീലുവേ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്തമാനം പറയല്ലേ. അതിന് ഞാൻ നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചോ? നിങ്ങളല്ലേ വന്ന് ഓരോന്ന് പറഞ്ഞിട്ടിരിക്കണേ. നിങ്ങളെ പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങളെ കൂട്ടാതെ ലച്ചു കുഴിപ്പള്ളത്ത് പോയി, അത് നിങ്ങൾക്ക് പിടിച്ചില്ല. അത് തന്നെ കാര്യം. അത് അംശന്ത് ജോലിയും കൂലിയും കളഞ്ഞിട്ട് മഴയും വരുന്നില്ലാണ് ആ പെണ്ണ് വിളിപ്പോൾ ഞാൻ കൂടെ പോണത്. ശമ്പളം കിട്ടിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇനി വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അവർ പറഞ്ഞില്ല, നീ പറയിപ്പിക്കാൻ പറയും. ഞാനെന്തിനാ പറയിപ്പിക്കണത്? ചേച്ചി പാവം മുട്ടായി കിട്ടിയല്ലേ, അതുകൊണ്ട് ചേച്ചി പാവം. ചെല്ലു ചേച്ചി കണ്ടുപിടിച്ചിട്ട് പോ. പിന്നെ അമ്മയ്ക്കാണ് കൈമട കൊടുത്തോണ്ട് അവള് വാറങ്ങൂല. ലച്ചു, നീ എനിക്കൊരു 1000 രൂപ ടീഷർട്ട് ഇട്ട് തന്നില്ലേ? അത് നിനക്കങ്ങ് തിരിച്ചിട്ട് തന്നേക്കാട്ടോ. എന്തിന്? നീ എനിക്ക് കൈമടക്കെന്ന് എന്നെ മയക്കാണെന്ന്.
ആ നിനക്ക് പൈസ ഇട്ട് ഇപ്പോൾ വരണ വഴിക്ക് വല്ല തോർത്തോ അച്ചപ്പോ ഉണ്ണിയപ്പോ നെയ്യപ്പോ അല്ലെങ്കിൽ അവലോസുണ്ടോ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കാറുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അതും ചതച്ചുകൊണ്ട് ഇരുന്നേനല്ലോ, ബാക്കിയുള്ളതിനെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നല്ലോ. അച്ഛാ എന്താ അച്ഛാ അച്ഛൻ്റെ പ്രശ്നം? എന്തോന്ന് പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീയൊക്കെ രണ്ടും കൂടെ കുഴിപ്പള്ളത്ത് പോയപ്പോഴേ നിന്റെ അമ്മയുടെ കെട്ടി വെച്ചിട്ട് പോകുന്നത് എങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ദൈവമേ പറയുന്ന കേട്ടാ? പാറു കേട്ടതല്ലേ എല്ലാം? ആ അച്ഛനോട് പറഞ്ഞു കൊടുക്ക്, അല്ല ചേച്ചിയോടും ചേച്ചിയോട് പറഞ്ഞു കൊടുക്കുക എന്താ സംഭവം എന്ന്. ഞാൻ പറയാം. വലിയൊരു സംസാരിക്കണത് നിനക്ക് എന്തോന്ന് കാര്യം? പോച്ചേ പടു പടു. ഇതോന്നടി ഒന്നുമില്ലടേ, നിനക്ക് സഹോദരി ജീൻസ് വാങ്ങിച്ചു തന്നല്ല, വരണ വഴിയിൽ നമുക്കൊരു കച്ചീഫെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ തരാ, എങ്കിൽ ഇവിടെ കിടന്ന് ഇങ്ങനെ പൊടിക്കുമായിരുന്നു. ദൈവമേ പറയണ കേട്ടാ? ബാലു എന്റെ സ്വഭാവം മാറൂട്ടാ. നിങ്ങളെ പ്രശ്നം എന്റെ തല കൊണ്ട് കെട്ടി വെക്കല്ലേ ബാലു? അതെ എന്ത് പ്രശ്നം എന്തിപ്പോ? എൻ്റെ പൊന്നെ അമ്മ അച്ഛാ, ഞാൻ അവളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞാണ് എനിക്ക് ജീൻസ് ഒന്നും വേണ്ടാന്ന്. ഇനിയിപ്പോൾ ജീൻസ് മേടിച്ചാണ് ഇവിടെ പ്രശ്നമെങ്കിൽ അമ്മയ്ക്ക് അച്ഛനും ഡ്രസ്സ് അടിപൊളി ഡ്രസ്സ് എടുത്ത് തരാം, പ്രശ്നം തീർന്നില്ലേ? നിനക്കത് ഭ്രാന്താ? മിണ്ടായിരിക്കണ നിനക്ക് പറയടാ, മനസ്സ് തുറന്നങ്ങോട്ട് പറയടേ. അമ്മ പറ, അമ്മയ്ക്ക് എന്താ വേണ്ടേ? എനിക്ക് കിട്ടിയ ഫുൾ ശമ്പളത്തിൽ നിന്ന് എന്താ വെച്ചാൽ അമ്മ പറയണ സാധനം മേടിച്ചുതരാം, പറ. വിഷ്ണു എന്റെ ടെമ്പർ തെറ്റിയിരിക്കണേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടാ. അവള് വരെ എന്തായി? എടാ നിന്റെ മുഴുവൻ ശമ്പളത്തിൽ എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്താലും അവള് തൃപ്തി വരില്ല, അവൾക്ക് തൃപ്തി വരില്ല. ബാലുവിന്റെ തനി സ്വഭാവം എടുപ്പിക്കില്ലേട്ടാ നിങ്ങള്. ഞാൻ പോട്ടാടേ, നമ്മളൊന്നും പറയാനില്ല. വല്ലതൊക്കെ വാങ്ങിച്ചു കൊടു, അവളെ തൃപ്തിപ്പെടുത്താം ആദ്യം. അമ്മ പറയാം, അമ്മയ്ക്ക് എന്താ വേണ്ടേ? ലച്ചു വേണ്ട, പൊയ്ക്കോ.